വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ളൊരു മനുഷ്യൻ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരുത്തൻ്റെ മകനോ കാളയോ ശബ്ബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യ ആസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്. പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാനിട വരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. വണ്ടി ഓടിക്കുന്നവർ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ഉപകരണം ട്രാഫിക് പോലീസുകാരുടെ കയ്യിലുണ്ട്. ഇതിനെപ്പറ്റി ഒരാൾ ഇങ്ങനെ പറഞ്ഞു, കള്ളു കുടിച്ചോ എന്ന് നോക്കുന്ന യന്ത്രമുണ്ട്, ഞങ്ങൾ കഞ്ഞി കുടിച്ചോ എന്ന് നോക്കുന്ന യന്ത്രമുണ്ടോ ആവോ. പാവപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നു. എന്നാൽ ധനികരായവർ മറ്റുള്ളവർക്ക് സദ്യ നൽകാൻ തയ്യാറാകുന്നു. ഇതവർ എല്ലാ ദിവസവും ചെയ്യില്ല. വല്ലപ്പോഴുമൊക്കെ ചില വിശേഷ അവസരങ്ങളിൽ ധനികർ മറ്റുള്ളവർക്ക് വേണ്ടി സദ്യ നടത്തും. അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ തൻ്റെ പണവും പ്രതാപവും പ്രകടിപ്പിക്കാനുള്ള ഒരു നല്ല അവസരം കൂടിയാണിത്. ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും നടക്കുന്നതാണ്. യേശുവിനെ ഒരു പരീശ പ്രമാണി തൻ്റെ വീട്ടിൽ സദ്യയ്ക്ക് വിളിച്ചതിൻ്റെ പുറകിലും ഈ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ അതിനും പുറമെ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. യഹൂദ മതവിശ്വാസപ്രകാരം ദൈവം അനുഗ്രഹിക്കുന്നവർ പണക്കാരായിരിക്കും. ആവർത്തന പുസ്തകത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹങ്ങൾ എല്ലാം ഭൗതിക നന്മകളാണ്. ദൈവം ഒരുവനിൽ പ്രസാദിച്ചാൽ അവൻ്റെ കൃഷിയും കന്നുകാലികളും പണവും കുടുംബവും ആരോഗ്യവും എല്ലാം അഭിവൃദ്ധിപ്പെടും എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ധനികനായ ഒരു പരീശ പ്രമാണി തൻ്റെ വീട്ടിൽ അനേകം ആളുകളെ വിളിച്ച് സദ്യ നടത്തുന്നത് തൻ്റെ സ്വത്ത് മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമല്ല, ദൈവം തന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ കൂടിയാണ്. ന്യായപ്രമാണത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നതിനെക്കുറിച്ച്, അവർക്ക് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ അത് ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തിയായിരിക്കും എന്നും ന്യായപ്രമാണം പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരീശ പ്രമാണി ഇപ്പോൾ ഇങ്ങനെ ഒരു സദ്യ നടത്തുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അയൽക്കാരെയും പാവപ്പെട്ടവരെയും ചില രോഗികളെയും എല്ലാം അയാൾ സദ്യയ്ക്ക് വിളിച്ചു. ആ കൂട്ടത്തിൽ അയാൾ നസറേത്തുകാരനായ യേശു എന്ന റബിയെയും വിളിച്ചു.
ചെറുപ്പക്കാരനായ ഇയാളെപ്പറ്റി പല അപവാദങ്ങളും അയാൾ കേട്ടിട്ടുണ്ട്. അയാൾ ശബത്തിനെ അനുസരിക്കില്ലെന്നും അയാളുടെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല എന്നൊക്കെയായിരുന്നു ആ പരാതികൾ. യേശുവിനെ ഈ ശബത്തിൽ നടത്തുന്ന സദ്യയ്ക്ക് വിളിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നേരിട്ട് കാണുകയും ചെയ്യാമല്ലോ. ഈ സദ്യ ശനിയാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. ശബത്ത് എന്ന് വച്ചാൽ പരീശന്മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശബത്ത് അനുസരിക്കാത്തവൻ യഹൂദനേ അല്ല, അവൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന മനോഭാവമാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത്. ശബത്തിൽ യേശു അത്ഭുത രോഗസൗഖ്യം നൽകിയതിനോടുള്ള പ്രതികരണങ്ങളിൽ നിന്നും ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം. 7-ാം ദിവസം ജോലിയൊന്നും ചെയ്യരുത്, അത് ദൈവത്തിന് വിശുദ്ധം എന്നത് 10 കൽപ്പനകളിൽ ഒന്നാണ്. 7-ാം ദിവസം അവർ ജോലി ചെയ്യരുതെന്ന് മാത്രമല്ല, അവരുടെ വേലക്കാരും ജോലി ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യിക്കരുത്, ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനും പാടില്ല. ഇനി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ജോലിയൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാതെ ശബത്ത് ദിവസം ഈ പരീശന് വീട്ടിൽ വലിയൊരു സദ്യ ഒരുക്കാൻ സാധിക്കുമോ? ഉത്തരം ഇല്ല എന്നാണ്. മിക്കവാറും ഈ സദ്യ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നിരിക്കണം നടത്തിയത് എന്ന് കരുതുന്നവരുണ്ട്. യേശു ആ പരീശൻ്റെ വീട്ടിൽ വന്നത് മുതൽ അവർ അവനെ ഉറ്റുനോക്കുകയായിരുന്നു. യേശു എങ്ങനെയുള്ളവൻ എന്നറിയാനായിരുന്നോ? അതോ ഞങ്ങൾ പരീശന്മാരുടെ കൂടെ ചേർക്കാൻ പറ്റിയവനാണോ എന്നറിയാനാണോ? യേശുവിൻ്റെ മുമ്പിൽ മഹോദരമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു രോഗികൾക്ക് സൗഖ്യം നൽകുമെന്ന് അവർ കേട്ടിട്ടുണ്ട്. ആർക്കായാലും ഒരു അത്ഭുതം കാണാൻ ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. യേശുവിന് അവിടുത്തെ സാഹചര്യം നന്നായി അറിയാമായിരുന്നു. രോഗിയായ മനുഷ്യന് യേശു സൗഖ്യം നൽകിയാൽ ആ അത്ഭുതം അവർക്കൊരു വിഷയമല്ല. ശബത്തിൽ ഇത് ചെയ്തത് തെറ്റായിപ്പോയി എന്നായിരിക്കും ആ പരീശ പ്രമാണിയും കൂട്ടരും പറയുക. ഇത് യേശുവിനറിയാമായിരുന്നു. മഹോദരം എന്ന രോഗത്തെക്കുറിച്ച് വൈദ്യനായ ലൂക്കോസാണ് എഴുതുന്നത്. ഈ രോഗത്തിന് ചികിത്സയില്ല. ക്രമേണ രോഗം മൂർച്ഛിച്ച് രോഗി മരിക്കുകയാണ് പതിവ്. ഈ മനുഷ്യൻ്റെയും ഗതി അതുതന്നെ ആയിരുന്നേനെ. ഈ രോഗിയെ തീർച്ചയായും പരീശ പ്രമാണിക്ക് പരിചയവുമുണ്ട്. അതുകൊണ്ടാണല്ലോ ആ സദ്യയിൽ അയാൾ അവിടെ വന്നത്. യേശു ആ രോഗിക്ക് സൗഖ്യം വരുത്തും മുമ്പ് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെ ആണ് അഭിമുഖീകരിച്ചത്. യേശു തന്നെ ഉറ്റുനോക്കിയിരുന്നവരോട്, അതായത് യേശു ഈ മഹോദരം ബാധിച്ച മനുഷ്യന് സൗഖ്യം നൽകുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നവരോട് ചോദിക്കുകയാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ? അവർ ഒന്നും പറഞ്ഞില്ല, നിശബ്ദരായിരുന്നു. ശരിയല്ലെങ്കിൽ തെറ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ അവർ മിണ്ടിയില്ല. അവർ ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ യേശു പറയുന്നത് മുഴുവൻ അവർ അംഗീകരിക്കേണ്ടി വരും. യേശുവിന് രോഗസൗഖ്യം വരുത്തുവാൻ ശക്തിയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അത് ശബത്തിൽ ചെയ്യുന്നു എന്ന ഒറ്റ കാരണം, അല്ല ഒറ്റ ഒഴിവ് കഴിവ് പറഞ്ഞാണ് അവർ യേശുവിനെ വിശ്വസിക്കാത്തതും അംഗീകരിക്കാത്തതും. ഇനി അല്ല എന്നാണ് അവർ ഉത്തരം പറഞ്ഞതെങ്കിലോ? ആ മഹോദര രോഗം ബാധിച്ച മനുഷ്യൻ്റെ മുഖത്ത് പിന്നീട് അവരെങ്ങനെ നോക്കും? അയാൾ മാത്രമല്ല, ശബത്തിൽ യേശു സൗഖ്യം നൽകിയ അനേകർ ആ സമൂഹത്തിലുണ്ട്. അവർ ഇവരെ തള്ളിപ്പറയുമോ എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. അവരുടെ പ്രശ്നം അതായിരുന്നു. ഇത് അവരുടെ ഹൃദയകാഠിന്യമായിരുന്നു. ദൈവം ചെയ്ത അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും ദൈവത്തെ അനുസരിക്കാതിരുന്ന ഫറോനെ ഓർമ്മയില്ലേ? ഈജിപ്തിലെ രാജാവ്. ഫറോൻ്റെ പ്രശ്നം ഹൃദയകാഠിന്യമായിരുന്നു. ഇവരുടെയും പ്രശ്നം അതുതന്നെയാണ്. എന്നാൽ ഇവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ഒരു ദിവസം കൂടി ആ രോഗിയായ മനുഷ്യൻ കഷ്ടപ്പെടാൻ യേശു അനുവദിച്ചില്ല. യേശു ആ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കി, അവനെ വിട്ടയച്ചു. തന്നെ അതിഥിയായി വിളിച്ച പരീശ പ്രമാണി എന്തു ചിന്തിക്കും എന്നും യേശു വിചാരിച്ചില്ല. യേശു ആ രോഗിയായ മനുഷ്യന് സൗഖ്യം നൽകി. മനുഷ്യർക്ക് അവർ ചെയ്തു വരുന്ന ആചാരങ്ങളും ക്രമങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി മാറും. അവ മനുഷ്യനേക്കാൾ പ്രാധാന്യമുള്ളതായി മാറും. അതിനെയാണ് യേശു ഇവിടെ വിമർശിക്കുന്നത്. യേശു ചോദിക്കുന്നു, 5-6 വാക്യങ്ങളിൽ
നാം ഇങ്ങനെ കാണുന്നു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരുത്തൻ്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ, കാള എന്നിവ വിലപ്പെട്ടതാണ്. ശബത്തിൽ നിങ്ങളുടെ മകൻ, വേണ്ട ഒരു കാള കിണറ്റിൽ വീണാൽ നിങ്ങൾ എന്തു ചെയ്യും? അവർക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമായിരുന്നു. പക്ഷേ അതിൻ്റെ മറുപടി ഉറക്കെ പറയാൻ അവർക്ക് മടിയായിരുന്നു. ഇവിടെ യേശു പറഞ്ഞത്, രോഗിയായി വിഷമിക്കുന്ന ഈ മനുഷ്യൻ എൻ്റെ മകനാണ്. നിങ്ങളുടെ മകൻ കിണറ്റിൽ വീണാൽ നിങ്ങൾക്ക് എന്തു തോന്നുമോ അത് തന്നെയാണ് ഈ രോഗിയായ മനുഷ്യനോട് എനിക്കും തോന്നുന്നത്. അവൻ നാളെ വരെ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കില്ല. ഇതിനും അവർക്ക് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു. അവരുടെ മതം അവരെ അനുകമ്പയില്ലാത്തവരാക്കി മാറ്റിയിരുന്നു. ഒരു കാളയുടെ വില പോലും ഒരു മനുഷ്യനില്ല. അതായിരുന്നു അവരുടെ മതഭക്തിയുടെ അനന്തരഫലം. ഇത് ക്രിസ്തുവിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർക്കും സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ശബത്ത് മനുഷ്യന് വേണ്ടി എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യ സ്നേഹം മറക്കുന്നത് കാണുമ്പോൾ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ഓരോ സഭയുടെയും ആരാധനക്രമത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. എന്നാൽ ഇതിൻ്റെയൊക്കെ പേരിൽ വഴക്കും വിഭാഗീയതയും ഉണ്ടാക്കിയാലോ? കർത്തൃമേശയിൽ 4 കപ്പുകൾക്ക് പകരം 5 കപ്പുകളാക്കി എന്ന പേരിൽ വഴക്കുണ്ടാക്കിയ സഭയുണ്ട്. വിവാഹ ചടങ്ങിൽ വെച്ച പൂക്കളെ ചൊല്ലി വഴക്കുണ്ടാക്കിയ സഭയുണ്ട്. ഇവിടെയൊക്കെ മനുഷ്യനേക്കാൾ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആളുകൾ വില കൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നതോ, ഞങ്ങളുടെ ദൈവഭക്തി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. യേശുവിനെ ത്യജിച്ച പരീശന്മാരും ഇത് തന്നെയാണ് പറഞ്ഞത്. അവർ ദൈവത്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പോലും. ശബത്ത് പ്രമാണിക്കണം എന്നത് 10 കൽപ്പനകളിൽ ഒന്നാണ്. കുല ചെയ്യരുത് എന്നതും 10 കൽപ്പനയിൽ ഒന്നാണ്. ശബത്ത് കൽപ്പന പ്രമാണിക്കാൻ വേണ്ടി അത് തെറ്റിച്ചവനെ കൊല്ലാൻ അവർക്ക് മടിയില്ല. അതായിരുന്നു അന്നത്തെ പരീശന്മാർ. യഥാർത്ഥ ദൈവസ്നേഹം ഉള്ളിലില്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ പെരുമാറാൻ തുടങ്ങും. ഈ സദ്യയിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ വന്ന് മുഖ്യ ആസനങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. മുഖ്യാസനം എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള സീറ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, എനിക്കായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനവും പദവിയും എന്ന മനോഭാവത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അഹങ്കാരവും സ്വാർത്ഥതയുമാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവമാണിത്. മനുഷ്യൻ അഹങ്കാരിയാണ്, സ്വാർത്ഥനുമാണ്. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ഉയർത്താൻ ശ്രമിക്കും. അധികാരമോഹം എല്ലാ മനുഷ്യനിലുമുണ്ട്. അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് മാത്രം. അതിൻ്റെ പ്രകടനങ്ങളാണ് സമൂഹത്തിൽ നാം കാണുന്നത്. ബസ്സിൽ 20 മിനിറ്റ് മാത്രം ഇരിക്കാൻ പറ്റുന്ന സീറ്റിനു വേണ്ടി എന്ത് ബഹളമാണ്. കല്യാണ സദ്യയിൽ സ്ഥലം കിട്ടാൻ എന്തൊരു ഉന്തും തള്ളുമാണ്. ഇത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കാണാം. സ്വയം ഉയർത്താനും പുകഴ്ത്താനുമുള്ള പ്രവണത മനുഷ്യ സഹജമാണ്. പക്ഷേ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം 27-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിൻ്റെ വായല്ല മറ്റൊരുത്തൻ്റെ, നിൻ്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. സ്വയം ഉയർത്താൻ, പൊങ്ങച്ചം പറയാൻ ശ്രമിക്കരുത് എന്നാണ് ശലോമോൻ പറഞ്ഞത്. യേശുവും അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രധാന കസേരയിൽ ആദ്യം പോയിരിക്കുന്നവൻ സ്വയം പറയുന്നത്, ഞാൻ വലിയ ആളാണ്, ഞാൻ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് പലതും സാധിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷേ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ല. കാരണം നിങ്ങൾ വലിയ ആളാണെന്നും മറ്റുമുള്ള നിങ്ങളെപ്പറ്റി മാത്രമുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ. മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള വേറെ ആളുകൾ കാണും. അവർക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ അവർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ലജ്ജിക്കാനിടവരും. അതിനു പകരം നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി ചെയ്യുക. അതിനുശേഷം വിനയത്തോടെ പെരുമാറുക. നിങ്ങളുടെ വിലയും ശ്രേഷ്ഠതയും മറ്റുള്ളവർ മനസ്സിലാക്കും.
അവർ തീർച്ചയായും നിങ്ങൾക്ക് ആ മാന്യമായ സ്ഥാനവും ഉയർച്ചയും നൽകും എന്നാണ് യേശു പറഞ്ഞത്. മനുഷ്യരുടെ മുമ്പിൽ, സമൂഹത്തിൽ വിനയമുള്ളവർക്ക് മനുഷ്യരുടെ മുമ്പിൽ തന്നെ ലഭിക്കുന്ന ഉയർച്ചയെക്കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത്. വിനയം ദൈവവും വിലമതിക്കുന്ന ഗുണമാണ്. പത്രോസ് അപ്പോസ്തലനും യാക്കോബും അവരുടെ ലേഖനങ്ങളിൽ ഈ കാര്യം പറയുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയമുള്ള ഹൃദയമാണ് ആവശ്യം. മനുഷ്യൻ്റെ മുമ്പിൽ വിനയമെന്നാൽ ഒരു സദ്യയ്ക്ക് പോയി പ്രാധാന്യമല്ലാത്ത സീറ്റിൽ ഇരിക്കുന്നതാണ്. എന്നാൽ അപ്രധാനമായ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ അഹങ്കാരമുള്ള ഹൃദയവും മനോഭാവവും ഉണ്ടാകാം. അത് ദൈവം കാണും. എന്നാൽ വിനയഹൃദയമുള്ളവരെ ദൈവം തീർച്ചയായും ഉയർത്തും. എനിക്ക് മറ്റുള്ളവരെക്കാൾ പല ശ്രേഷ്ഠതകളും ഉണ്ടെന്ന് കരുതുന്നതാണ് അഹങ്കാരം. പലപ്പോഴും അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ആ വ്യക്തിക്കല്ലാതെ മറ്റാർക്കും അങ്ങനെ തോന്നാറില്ല. ഇങ്ങനെ സ്വയം ശ്രേഷ്ഠരെന്ന് തോന്നുന്നവർ വലിയ അപകടത്തിലാണ്. ദൈവം അവർക്കെതിരാണ്. എന്നാൽ സ്വയം അനർഹരെന്ന് തോന്നുന്നവർക്കൊപ്പമാണ് ദൈവം എന്ന സത്യമാണ് യേശു തുടർന്ന് ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ദൈവം വെറുക്കുന്ന പാപമാണ് അഹങ്കാരം. അഹങ്കാരികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം അവരെ സഹായിക്കില്ല എന്നല്ല, അവരോട് ദൈവം എതിരാണ്, ശത്രുതയിലാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. പിന്നെ തന്നെ ക്ഷണിച്ചവനോട് യേശു ചില കാര്യങ്ങൾ പറഞ്ഞു. നീ ഒരു സദ്യ നടത്തുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കുവാനാണ് സാധ്യത. അങ്ങനെ ചെയ്യരുത്. യേശു ഈ പറയുന്നത് യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കേൾക്കുകയാണ്. ഈ വിളിച്ചയാളുടെ സഹോദരന്മാരും സ്നേഹിതന്മാരും ചാർച്ചക്കാരും സമ്പത്തുള്ള അയൽക്കാരും കേൾക്കുകയാണ് യേശുവിനോട് പറയുന്നത്, ഇവരെയല്ല വിളിക്കേണ്ടത്. നീ വിളിക്കേണ്ടത് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ വിളിക്കുക. എന്ന് വച്ചാൽ യോഗ്യതയില്ലാത്തവരെ വിളിക്കുക. യോഗ്യതയുള്ളവരെ നീ വിളിച്ചാൽ അവർ നിന്നെ തിരിച്ചും വിളിക്കും. അപ്പോൾ നീ ചെയ്യുന്നത് നിന്നെ തിരിച്ചും സദ്യയ്ക്ക് വിളിക്കുവാൻ വേണ്ടിയല്ലേ? അങ്ങനെ ചെയ്യരുത്. നിനക്ക് തിരിച്ചു ഉപകാരം ചെയ്യാൻ സാധ്യതയില്ലാത്തവർക്ക് നീ ഉപകാരം ചെയ്യണം. ഈ ഭാഗം ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോലും വായിച്ച് മറന്നു കളയുകയാണ്. യേശു പറഞ്ഞ കാര്യമാണിത്. നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് ഉപകാരം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ നമ്മെ തിരിച്ച് സഹായിക്കാൻ കഴിയാത്തവരെ നാം സഹായിക്കണം. ഇത് യേശു പറഞ്ഞപ്പോൾ പലർക്കും അവിശ്വസനീയമായി തോന്നി. പക്ഷേ ഇതിന് ശേഷം താൻ ഒരു കഥ പറയുന്നു, ഒരു ഉപമ പറയുന്നു. ആ ഉപമയിൽ ധനവാനായ ഒരു വ്യക്തി യോഗ്യതയില്ലാത്ത ആളുകളെ വിളിച്ച് സദ്യ നടത്തിയതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്. ആ കഥയുടെ സാരാംശം നമുക്കറിയാം. ദൈവം ചെയ്ത കാര്യമാണത്. യോഗ്യതയില്ലാത്തവരെ താൻ സഹായിക്കുന്നു. ഇത് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും സ്വഭാവമായിരിക്കണം. നമുക്ക് തിരിച്ചുപകാരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ മനഃപൂർവ്വം സഹായിക്കുക. ആ നിലയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ നമ്പർ 07204729191. നമ്പർ ഒരിക്കൽ കൂടി 07204729191. ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വചനദീപം